നമസ്കാരം ഫ്രണ്ട്സ്. സോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കുറെ അധികം സ്റ്റുഡൻസിന്റെ റിക്വസ്റ്റ് വന്നിട്ടാണ്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിലാണെങ്കിലും നമ്മളുടെ ഒരുപാട് മെന്റേഴ്സ് തന്നെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു കോളേജിനെ കുറിച്ച് കുറച്ച് വീഡിയോസ് ചെയ്താൽ നല്ലതായിരിക്കും, കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. സോ ഓൺ റിക്വസ്റ്റ് UBS ചണ്ഡീഗഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ UBS ചണ്ഡീഗഡിനെ കുറിച്ച് എനിക്കും വളരെ കുറച്ച് ലിമിറ്റഡ് ഇൻഫർമേഷനേ ഉള്ളൂ. ഞാൻ 2019 ക്യാറ്റ് എഴുതി കോളേജ് നോക്കുന്ന സമയത്ത് ഞാൻ UBS ചണ്ഡീഗഡ് നോക്കിയിരുന്നു, കൺസിഡർ ചെയ്തിരുന്നു. പക്ഷെ അന്ന് ആ, എന്തോ സീറ്റിന്റെ കുറവോ അങ്ങനെ എന്തോ കാരണങ്ങൾ വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കിപ്പോഴും ഒരു ക്ലിയർ കട്ട് ഐഡിയ ഇല്ല. only thing I know is like it's a great B school in terms of a lot of factors like ROA അല്ലെങ്കിൽ ലെഗസി, അങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് വെച്ചിട്ട് ഒരു അടിപൊളി B സ്കൂൾ ആണെന്ന് മാത്രം അറിയാം. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ലിങ്ക്ഡിനിൽ സാജിനെ കാണുന്നത്. അപ്പോൾ സാജിന്റെ അടുത്ത് ഞാൻ ഒറ്റ ടെക്സ്റ്റ് അയച്ചോളൂ, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നമ്മളൊരു യൂട്യൂബ് ചാനലും ചെയ്യുന്നുണ്ട്, സോ ദാറ്റ് സ്റ്റുഡൻസ് ഗെറ്റ് ഒതന്റിക് ഇൻഫർമേഷൻ. ഇന്ന് വൈകുന്നേരം ടെക്സ്റ്റ് ചെയ്തു, ഇന്ന് രാത്രി ഇപ്പോൾ ഒരു 11 മണിയായി. 11 മണി വി ആർ റെക്കോർഡിംഗ് ദി വീഡിയോ. സോ സാജൻ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇൻട്രൊഡക്ഷൻ, സാജന്റെ ബാക്ക്ഗ്രൗണ്ട് എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് പഠിച്ചത്, മുതലായ കാര്യങ്ങളൊന്ന് പറയാമോ? എൻ്റെ പേര് സജൻ. ഞാൻ ആക്ച്വലി പോസ്റ്റ് ഗ്രാജുവേഷൻ കെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിരുന്നു ഫ്രം ഐസർ മൊഹാലി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത് കഴിഞ്ഞിട്ട് ഡൊമൈൻ സ്വിച്ച് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫോർ അറൌണ്ട് 6 months 6 മാസത്തേക്ക് ഞാൻ എൻ്റെ ഒരു ഫാമിലി ബിസിനസ് ഉണ്ട്, അതിൽ സെയിൽസ് വിങ്ങിലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ കാറ്റ് എഴുതി അപ്ലൈ ചെയ്യുന്നത്. സോ എൻ്റെ പെർസെൻറ്റേജ് അറൌണ്ട് 92 ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്തു. 90.24, സോറി 90% ആയിരുന്നു. അത് വെച്ച് അപ്ലൈ ചെയ്തു. അപ്പോൾ അന്ന് എനിക്ക് ആക്ച്വലി IIM കോഴ്സ് ഒത്തിരി വന്നെങ്കിലും എനിക്ക് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഒരുപാട് ഉണ്ടായിരുന്നില്ല. സോ എന്താ കൺവേർഷൻ വാസ് സീറോ. അപ്പോൾ നോ IIM കൺവേർഷൻസ്. അപ്പോൾ അങ്ങനെ പോയൊരു ഓപ്ഷനാണ് UBS ചണ്ഡീഗഡ്. അപ്പൊ ഞാൻ ആക്ച്വലി എന്റെ ഗ്രാജുവേഷൻ മൊഹാലി ആയത് കാരണം കേട്ടിട്ടുണ്ട്, പഞ്ചാബ് യൂണിവേഴ്സിറ്റിനെ പറ്റി അവരുടെ ലെഗസിയും കേട്ടിട്ടുണ്ട്. അപ്പൊ സോ ഐ തോട്ട് ഐ ഗോ ഫോർ ഐ കണക്റ്റഡ് വിത്ത് ആലും. അപ്പോൾ ആ കുട്ടിയും പറഞ്ഞു നല്ല കോളേജ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഒരു ലോ റിസ്ക് ലോ റിട്ടേൺ ഗൈ ആണ്. അപ്പോൾ ഐ തോട്ട് ദിസ് വാസ് എ ഫെയർ ഓപ്പർച്യൂണിറ്റി ഫോർ മീ. അങ്ങനെ എത്തിപ്പെട്ടതാണ് UBSൽ. ഇപ്പൊ ഓക്കെ, കറന്റ്ലി ഐ എം വർക്കിംഗ് ഇൻ സെഞ്ചുറി പ്ലേ. ഓക്കെ, ഫൈൻ. പ്രൊഫൈൽ എന്താണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? ഞാൻ സെയിൽസ് മാനേജ്മെന്റ് ട്രെയിനിയാണ്, സെയിൽസ് ട്രെയിനിയാണ്. സെയിൽസ് മാനേജ്മെന്റ് ട്രെയിനിയാണ്. ഓക്കെ, ഫൈൻ. സോ എനിക്ക് ഇവിടെ കുറെ ചോദ്യങ്ങളുണ്ട് ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ. ഒന്ന്, ഈ മൊഹാലിയിൽ ആയതുകൊണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഈ പറയുന്ന പഞ്ചാബ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച്. ഒന്ന്, പഞ്ചാബ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഒന്ന് പറയാമോ, അതിന്റെ ഒരു ലെഗസിയെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ട്, പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെ അടിയിൽ MBA പ്രൊവൈഡ് ചെയ്യുന്ന ഒരൊറ്റ കോളേജേ ഉള്ളൂ. ഇസ് ഇസ് എ സെപ്പറേറ്റ് കോളേജ്? ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ അടിയിൽ ഒരുപാട് കോളേജസ് ഉണ്ട്, ഇപ്പം PS ഉണ്ട്, അല്ലെങ്കിൽ വേറെ കുറെ കോളേജ് ഉണ്ട്. അങ്ങനെയാണോ, അതോ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് തന്നെ ഉള്ള ഒരു കോളേജാണോ? ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അടിയിൽ ഇപ്പൊ FMS ഉണ്ട്, DSC ഉണ്ട്, DFS ഉണ്ട്, DBE ഉണ്ട്. പിന്നെയും MBA കൊടുക്കുന്ന വേറെയും കുറെ അഫിലിയേറ്റഡ് കോളേജസ് ഉണ്ട്. അപ്പം അതുപോലെയാണോ, എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്? ശരിക്കും പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെ അടിയിൽ വരുന്നത് എൻ്റെ അറിവിൽ 3 കോളേജസ് ആണ്. ദിസ് ഇസ് ആക്ച്വലി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇതാണ് എക്കണോമിക്സ് എന്ന് ബൈഫർക്കേറ്റ് ചെയ്ത് വന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബിസിനസ് സ്റ്റഡീസ്, അതാണ് UBS. ഓക്കെ, ഓക്കെ. അപ്പോൾ ദിസ് ഇസ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി സെൻട്രൽ ക്യാമ്പസ്. ഇവരുടെ സെൻട്രൽ ക്യാമ്പസ് വരുന്നത് ചണ്ഡീഗഡ് ആണ്. ഓക്കെ. അപ്പോൾ അത് കൂടാതെ MBA കൊടുക്കുന്ന 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ട്. ഓക്കെ, സെൻട്രൽ ക്യാമ്പസിൽ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, UIAMS. പിന്നെ UBS ഇതുപോലത്തെ തന്നെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ലുധിയാന ക്യാമ്പസിലും അവർക്ക് അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ദാറ്റ് ഇസ് ഓൾസോ UBS ലുധിയാന. ഓക്കെ, ഇപ്പൊ വാട്ട് ഇസ് ഫേമസ് ആയി നിൽക്കുന്നത് എന്ന് പറയുന്നത് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെ ചണ്ഡീഗഡ് ക്യാമ്പസിലുള്ള ഈ ഡിപ്പാർട്ട്മെന്റ് UBS ചണ്ഡീഗഡ്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ചണ്ഡീഗഡിലുള്ളത് ഫേമസും ലുധിയാനയിലുള്ളത് റിലേറ്റീവ്ലി ന്യൂ ആണോ? എന്തുകൊണ്ടാണ് അതൊരു... അത് റിലേറ്റീവ്ലി ന്യൂ ആണ് ബാക്കി രണ്ടും. പിന്നെ ദിസ് ഇസ് ഓൾമോസ്റ്റ് 60-65 years ഓൾഡ്. ഓക്കെ, അപ്പോ എനിക്ക് സ്റ്റോറി ആയിട്ട് അറിയുള്ളൂ, ഐ ഡോണ്ട് നോ ദ എക്സാക്ട് ഡേറ്റ്സ്. ബട്ട് സ്റ്റാർട്ട് ചെയ്ത ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസിൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആണ് ഇത്. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയും FMS ഒക്കെ ഓൾമോസ്റ്റ് അറൌണ്ട് സെയിം ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത. അപ്പൊ അന്ന് സ്റ്റോറീസ് ആണ് സ്റ്റിൽ FMSനോട് കോമ്പീറ്റ് ചെയ്തിരുന്ന കോളേജാണ്. MBAയുടെ സ്റ്റാൻഡേർഡ്സിലൊക്കെ FMS ആയിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ സംതിങ് ഡി നോട്ട് ഗോ വെൽ. അപ്പൊ അങ്ങനെ ഇതായി പോയതാണ്. സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് അല്ല, ബേസിക്കലി ആയിട്ട് കരിക്കുലം ചേഞ്ച് ചെയ്തു, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് വന്നിട്ടാണ് പിന്നെ ഇത് കുറച്ച് ബാക്കിലോട്ട് പോയത്. അപ്പൊ ഒരു ഹെറിറ്റേജ് ഉണ്ട്. ഞങ്ങളുടെ അലൂംസിൽ വരുന്നതാണ് വരുൺ ബെറി, MD ഓഫ് ബ്രിട്ടാനിയ. ഓക്കെ,
He's actually an alum of UBS. പിന്നെ ഇപ്പോ വർക്ക് ചെയ്യുന്ന HR ഡിപ്പാർട്ട്മെന്റ് pretty famous in UBS. ഞങ്ങളുടെ HR ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരുപാട് അലംസ് ഇപ്പോൾ ടോപ്പ് കമ്പനീസ് ലൈക്ക് EPL, പിന്നെ CEO ഇൻ എയർടെൽ. അപ്പൊ അങ്ങനെ കുറച്ച് അലംസ് ഫ്രം UBS. So the old batch was very strong. മനസ്സിലായി. അപ്പൊ ആ ഒരു കൺസേണിൽ നമുക്ക് യു ഗെറ്റ് കമ്പനി സ്റ്റിൽ കമ്മിങ് ഇൻ അങ്ങനെ. അതുകൊണ്ടാണ് മനസ്സിലായി. അപ്പൊ ആ ഒരു ലെഗസി ഉള്ളതുകൊണ്ട് ഈവൻ അലൂംസ് ഹെൽപ് ടു ഹെൽപ്പ് us with the placements. ഓക്കെ, ഗ്രേറ്റ്. ഈ യൂണിവേഴ്സിറ്റി കോളേജസിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ കാണുന്ന ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ സിഡന മുംബൈയിലാണെങ്കിലും അല്ലെങ്കിൽ DSC DFS അല്ലെങ്കിൽ DBFMS ഒക്കെ ആണെങ്കിലും മെയിനായിട്ട് കാണുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഒന്ന് പുവർ ഇൻഫ്രാസ്ട്രക്ചർ ആണ്, രണ്ട് ഹോസ്റ്റൽ പൊതുവെ കൂടെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഡൽഹിയിലൊക്കെ ഉള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ FMS DSC DB ഒക്കെ ആണെങ്കിൽ ഹോസ്റ്റൽ ഇല്ലാന്ന് മാത്രമല്ല യു വിൽ ഹാവ് ടു സ്റ്റേ നിയർ ദാറ്റ് വിജയനഗർ, ആ ഒരു ഏരിയ വിച്ച് ഈസ് ലൈക്ക് വെരി ക്രൗഡഡ് വിത്ത് എ ലോട്ട് ഓഫ് അതർ കോളേജസ്. ഏതാണ്ട് 10-90 കോളേജസ് ഉള്ള ഒരു സർക്കിളിൽ തന്നെ നിങ്ങൾ ബാക്കി UG സ്റ്റുഡൻസുമായിട്ട് അടിച്ചു പിടിച്ച് നിൽക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. UBSൽ എന്താണ് അവസ്ഥ, എങ്ങനെയാണ് അവിടുത്തെ അക്കോമഡേഷൻ, എന്താണ് ക്യാമ്പസ് ലൈഫ്, എന്തൊക്കെയാണ് ഫെസിലിറ്റീസ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഈ കാര്യത്തിൽ എനിക്ക് കുറച്ച് നമ്പേഴ്സ് വരാൻ പറ്റും. കാരണം ബാച്ച് സ്ട്രെങ്ത് ഓൾമോസ്റ്റ് 150 ആണെന്ന് വിചാരിച്ചോ. റഫ്ലി ദ ബാച്ച് സ്ട്രെങ്ത് ഈസ് അറൌണ്ട് 150 to 200. അതില് ഓൾമോസ്റ്റ് ഒരു 50 to 80 സ്റ്റുഡൻസ് ഗെറ്റ് ഹോസ്റ്റൽസ് ഇൻസൈഡ് ദി ഇത് ക്യാമ്പസ്. ഇൻസൈഡ് ദ ക്യാമ്പസ്. ഇൻസൈഡ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി ആണോ അതോ ഇൻസൈഡ് UBS ക്യാമ്പസ് ആണോ? ഇത് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് ആണ്, ഞാൻ പറഞ്ഞില്ല, ദിസ് ഇസ് ജസ്റ്റ് എ ഡിപ്പാർട്ട്മെന്റ്. ഇൻസൈഡ് ദി ബിഗ് യൂണിവേഴ്സിറ്റി. ക്യാമ്പസ്. ബോധ സിനിമയിൽ കാണിക്കുന്നത് ആക്ച്വലി പഞ്ചാബ് യൂണിവേഴ്സിറ്റി ആണ്. ഓക്കെ ഓക്കെ. അപ്പോ അത് അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പോ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വരുന്ന ഹോസ്റ്റൽസിൽ ദർ ആർ ബോയ്സ് ഹോസ്റ്റൽസ്, മെൻസ് ഹോസ്റ്റൽ, വിമൻസ് ഹോസ്റ്റൽ ഉണ്ട്. അപ്പൊ അറൌണ്ട് എന്താ പറയാ 30 to 40% ഓഫ് സ്റ്റുഡൻസ് ക്യാൻ ഗെറ്റ് ഹോസ്റ്റൽസ്. പക്ഷെ ഇതിലെ ക്യാച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ അഗൈൻ അത് അത്ര നല്ല ഇൻഫ്രാസ്ട്രക്ചർ അല്ല, ഇറ്റ്സ് പ്രിറ്റി ഓൾഡ്. കാരണം നമുക്ക് ആ ഒരു ബി സ്കൂളിന്റെ ഫീല് കിട്ടുന്ന ഹോസ്റ്റൽസ് അല്ല. പിന്നെ ഈവൻ വിത്തിൻ ഹോസ്റ്റൽസ് പീപ്പിൾ എന്താ 8 ഹോസ്റ്റൽസ് ഉണ്ട്. അപ്പോ യു വിൽ ബി സ്പ്ലിറ്റ് അറൌണ്ട് ഓൾ ദീസ് 8 ഹോസ്റ്റൽസ്. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കിട്ടില്ല, അതൊന്ന്. പക്ഷെ അൺലൈക്ക് ഡൽഹി, ചണ്ഡീഗഡില് റൂംസ് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ് കുറച്ചുകൂടെ. യു ഹാവ് ബെറ്റർ, ചീപ്പർ അല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ബെറ്റർ. ഇറ്റ്സ് എ പ്ലാൻ സിറ്റി. അപ്പൊ യു ഹാവ് പ്രിറ്റി ഗുഡ് റൂംസ് ഔട്ട്സൈഡ്, PGs ഔട്ട്സൈഡ്. അതൊക്കെ നല്ലതാണ്. ഡെഫിനറ്റ്ലി. ഇപ്പൊ ചണ്ഡീഗഡും ഡൽഹിയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഡേ നൈറ്റ് ഡിഫറൻസ് ആണ്. ഞാൻ പണ്ടൊരിക്കൽ ചണ്ഡീഗഡ് പോയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ട് ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു സിറ്റി ഉണ്ടാവുന്നുള്ളത്. കാരണം അത്രയും പ്ലാൻഡ് ആണ്. ഇപ്പൊ റോഡ്സ് ആണെങ്കിൽ പോലും എല്ലാം സ്ട്രേറ്റ് റോഡ്സ് വിത്ത് റൗണ്ട് അബൌട്ട്സ്, സൈഡിലൊക്കെ മറ്റേ വാക്കിംഗ് ലെയിൻ, സൈക്ലിംഗ് ലെയിൻ, അങ്ങനെയൊക്കെ ഉള്ള അത്രയും അടിപൊളിയായിട്ട് യു വോണ്ട് ഈവൻ ഫൈൻഡ് എനിവൺ സേ ബെഗിങ് ഓൺ ദി റോഡ്സ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള കൺസ്ട്രക്ഷൻ കാര്യങ്ങളും ഉള്ള ഒരു സിറ്റിയാണ്. സോ അത് ഞാൻ ജസ്റ്റ് കൂടെ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഈ എഗെയിൻ ഇപ്പം ഇനി നമുക്ക് ഇതിന്റെ പോസിറ്റീവ്സ് പറയാം. അതായത് ഇപ്പം ഓൾറെഡി പറഞ്ഞു, ഇപ്പം ഒരു ബി സ്കൂൾ ഫീല്, കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ. പക്ഷെ ബാക്കിയുള്ള ടേംസിൽ അപ്പാർട്ട് ഫ്രം ദി ഹോസ്റ്റൽസ്, ക്ലാസ് റൂം, നിങ്ങൾക്ക് വേണ്ട ഫെസിലിറ്റീസ്, ലൈബ്രറീസ്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണോ? ഐ മീൻ അങ്ങനെയുള്ള നിങ്ങളുടെ ആക്ടിവിറ്റീസ് മൊത്തം നടക്കും? അതെ. അപ്പോ ഈ ആക്ച്വലി ലൊക്കേഷൻ ഇസ് എ ബിഗ് ഫാക്ടർ. അതായത് കമ്പനീസ് വരുമ്പോൾ ഇപ്പൊ ഞാൻ ജസ്റ്റ് കേട്ടിട്ടുള്ളതാണ്, IIM ജമ്മുവിലേക്കൊക്കെ കമ്പനീസ് ആർ ലിറ്റിൽ ഹെസിറ്റന്റ് ടു ഗോ ഫിസിക്കലി ഫോർ പ്ലേസ്മെന്റ്. പക്ഷെ ആ കേസ് ചണ്ഡീഗഡിൽ വരുന്നില്ല. ചണ്ഡീഗഡ് ഇസ് ആക്ച്വലി 6 hours ഫ്രം ഡൽഹി. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് ഹൈലി ആക്സസിബിൾ ആൻഡ് പീപ്പിൾ പ്രിഫർ ടു വിസിറ്റ് ചണ്ഡീഗഡ് വൺസ് ഇൻ എ വൈൽ. അപ്പൊ റിസോഴ്സസിന് അങ്ങനെ ഷോർട്ടേജ് ഒന്നുമില്ല, ഒത്തിരി ഇല്ല. അതായത് യു ഡോണ്ട് ഹാവ് ആക്സസ് ടു എ ലോട്ട് ഓഫ് മാർക്കറ്റ് റിസർച്ച് സ്റ്റഡീസ്. ഒരുപാട് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻസ് ഇല്ല. ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ആയതുകൊണ്ട് അങ്ങനെയുള്ളത് ലിമിറ്റഡ് ആണ്. കുറച്ച് എന്താ വെച്ചാൽ എല്ലാത്തിന്റെയും ഒരു ബേസിക് ലെവൽ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഡാറ്റ മാനേജ്മെന്റിലുള്ളത് ഇതാ, I forgot. For every even for market research, you have a standard subscription, not a premium one. Bloomsburg പോലത്തെ സബ്സ്ക്രിപ്ഷൻ ഒന്നും ഉണ്ടാവില്ല, but you'll have a fund on. Okay. What about the faculties? അത് കുറച്ച് അതാണ് UBSന്റെ ഒരു both I wouldn't say drawback, പക്ഷെ it's a balanced thing. So UBSൽ you can expect only 20% of the teachers to be professors. Okay. ബാക്കി 80% of the lectures are given by JRFs.
JRS എന്ന് പറഞ്ഞു ഓക്കെ. കഴിഞ്ഞാൽ ആ, PhD ചെയ്യുന്നവർ, അതായത് പ്രൊഫസേഴ്സിന്റെ സ്കോളേഴ്സ്. കീഴിൽ PhD സ്കോളേഴ്സ്. അപ്പോ അങ്ങനെ വരുമ്പോ സോ അവര് ബേസിക്കലി അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാ. അപ്പൊ ദേ ഡോണ്ട് ഹാവ് എ ഡീപ് നോളജ് ഓഫ് വർക്ക് ലൈഫ്, അല്ലെങ്കിൽ ഒരു അത്ര കോർപ്പറേറ്റ് എക്സ്പോഷർ ഒന്നും ഇല്ലാത്തവരായിരിക്കും. അപ്പോ അതിന്റെ ഒരു ചാലഞ്ച് നമുക്ക് അവിടെ ഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ വരുന്നത് ബുക്സ് ആർ പ്രിറ്റി മച്ച് സ്റ്റാൻഡേർഡ്, അതായത് എല്ലാ എയിംസിലും കൊടുക്കുന്ന സെയിം ബുക്സ് ആണ് ഞങ്ങൾക്കും തരുന്നത്. അപ്പോൾ ഇഫ് യു ക്യാൻ ഗോ ദർ എക്സ്ട്രാ മൈൽ, ഒരു കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടാൻ പറ്റുമെങ്കിൽ യു വിൽ ബി അപ്ഡേറ്റഡ്. ബട്ട് യു കാണ്ട് എക്സ്പെക്ട് എവറിഥിങ് ഫ്രം ഫാക്കൽറ്റീസ്. കാരണം ഒരു എന്താ പറയുക, ലെക്ചേഴ്സും പ്രസന്റേഷൻസും അല്ല, ഇറ്റ് വോണ്ട് ബി അബവ് പാർ. ആ ഒരു എന്താ പറയുക, ലിമിറ്റഡ് ഇത് ഉണ്ടാവുള്ളൂ, കണ്ടന്റ് മനസ്സിലായി. ഉണ്ടാവുള്ളൂ അതിൽ. പിന്നെ അതുപോലെ തന്നെ എക്സാംസ് വരുമ്പോൾ ദിസ് ഇസ് എ യൂണിവേഴ്സിറ്റി കോളേജ്, സോ ട്രഡീഷണൽ ഫൈനൽ എക്സാംസ് എക്സാം ആയിരിക്കും. ട്രഡീഷണൽ എക്സാംസ് ആയിരിക്കും, ഫിൽ ദ പേപ്പർ അങ്ങനത്തെ. യാ, ഗോട്ട് ഇറ്റ്. പക്ഷെ അതേസമയം അതായത് ഈ 20% പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞില്ലേ, ദേ ആർ ജെംസ്. അവര് ഓൾമോസ്റ്റ് 40 ഇയേഴ്സ് ആയിട്ട് അവിടെ ഉള്ളവരാണ്. അപ്പോൾ ദേ നോ ഇൻസൈഡ് ഔട്ട് ഓഫ് വാട്ട്സ് ഹാപ്പനിങ്. അവർക്ക് മാർക്കറ്റിംഗിന്റെ ഈച്ച് ആൻഡ് എവറി നുക്ക് ആൻഡ് കോർണർ അറിയാവുന്ന. അപ്പോൾ തിയറിറ്റിക്കലി വെൽ വെൽ വേഴ്സ്ഡ് ആണ്. ഈവൻ കേസ് സ്റ്റഡീസ് വരുന്നതാണെങ്കിലും ദേ ആർ ഗിവിംഗ് റിയലി ഗുഡ് കേസ് സ്റ്റഡീസ്. അപ്പോൾ അപ്പോൾ generally what I say is, if I'm giving a free advice to a aspirant, I would say go with zero expectations. To കാരണം then you'll start appreciating all this. പക്ഷെ if you're going like കുറെ ഭയങ്കര ആസ്പിറേഷൻ ആയിട്ട് പോവാണെങ്കിൽ you will be little disappointed. അങ്ങനത്തെ ഒരു കരിക്കുലം ആൻഡ് ഫാക്കൽറ്റീസ് ആണ് അവിടെ. മനസ്സിലായി. പക്ഷെ ഈ പറഞ്ഞതൊക്കെ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ക്രൂഷ്യൽ ഫാക്ടേഴ്സ് ആണെങ്കിൽ പോലും ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഇന്റേൺഷിപ്പ്, അവിടെ നിന്ന് കിട്ടുന്ന പ്ലേസ്മെന്റ്സ്, അവിടെ എത്ര ഫീസ് കൊടുക്കുന്നുള്ള. ബിക്കോസ് നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്ന ബി സ്കൂൾസ് എന്ന് പറയുന്നത് 25-30 lakhs ഫീസ് വാങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സുമായിട്ടാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ കമ്പയർ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അതിന്റെ ഇതെന്താണ്, എത്ര നമുക്കൊരു ഓവറോൾ സ്പെൻഡ് ആവും ഇൻ ടേംസ് ഓഫ് കോളേജ് ഫീസും ഇൻ ടേംസ് ഓഫ് അതർ എക്സ്പെൻസസ് ടു സ്റ്റേ ഇൻ ചണ്ഡീഗഡ് ഫോർ ലൈക്ക് 2 years, ആൻഡ് എന്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അവിടുന്ന്, ആൻഡ് എന്തെങ്കിലും ഡൊമൈൻ ഇൻക്ലിനേഷൻസ് മൊത്തത്തിലുണ്ടോ അവിടെ? ഫീസ് ഭയങ്കര നോമിനൽ ആണ്, ഐ വുഡ് സേ. അതായത് യു പേ അറൗണ്ട് 1 lakh for 2 years. I paid 1 lakh for 2 years. അതില് half the expense is my books, so books are free. Okay. So all that cost goes into those books. അപ്പോൾ ബേസിക്കലി the fees is nominal. Exam fees is also like very nominal. എല്ലാം ഭയങ്കര ചീപ്പാണ്. The tuition fees ഭയങ്കര കുറവാണ്. പിന്നെ എക്സ്പെൻസസ്, ഇഫ് യു ഡോണ്ട് ഗെറ്റ് ദ ഹോസ്റ്റൽ എന്താ പറയാ, ഇറ്റ്സ് അപ് ടു യു. ഞാൻ അതുകൊണ്ട് അതായത് പീപ്പിൾ ഹു ആർ ആസ്പയറിംഗ് ഫോർ UBS, not there is a set of people who are aspiring for UBS and there is a set of people who are aspiring for a good MBA. So രണ്ടുപേർക്കും കൂടെയുള്ള എനിക്കൊരു അഡ്വൈസ് പറയുന്നത്, എന്താ പറയാ, ദിസ് ഇസ് കൈൻഡ് ഓഫ് ലോ റിസ്ക് ലോ റിട്ടേൺ കൈൻഡ് ഓഫ് കോളേജ്. ലോ റിട്ടേൺ ആസ് ഇൻ ROI പറയുമ്പോൾ ഇറ്റ്സ് വെരി ഹൈ, പക്ഷെ യു വിൽ ബി സബ്സ്റ്റാൻഷ്യലി ലാക്കിംഗ് സം ആസ്പെക്ട്സ് ദാറ്റ് നല്ല ബി സ്കൂളിൽ കിട്ടാവുന്ന കുറെ ട്രെയിനിങ്ങുകൾ ഇവിടെ മിസ്സാവും. അത് പല ഡയമെൻഷൻസിലും മിസ്സാവും. എന്താ എല്ലാം പിൻ പോയിന്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഹോസ്റ്റൽ ഇല്ലാത്തതുകൊണ്ടുള്ള നെറ്റ്വർക്കിംഗ്, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ടുള്ള അപ്ഡേഷൻ, ഇപ്പൊ ഫാക്കൽറ്റീസിന്റെ ഇനഫ് മെന്ററിംഗ് ഇല്ലാത്തതിന്റെ ലാക്കിങ്സ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ യു വിൽ ബി കുറച്ച് മിസ്സിംഗ് ഔട്ട് ഉണ്ടാവും. പക്ഷെ എന്താ പറയാ, യു ക്യാൻ മാച്ച് ഇറ്റ് അപ്പ് അങ്ങനെ. പിന്നെ എക്സ്പെൻസ് ഔട്ട്സൈഡ് ചണ്ഡീഗഡ്, അതായത് ചണ്ഡീഗഡ് ഇസ് എ ലിറ്റിൽ എക്സ്പെൻസീവ്. കാരണം സിറ്റി ഈസ് എ വെരി പ്ലാൻ സിറ്റി, ഇറ്റ്സ് എ വെരി പോർ സിറ്റി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇഫ് യു ആർ നോട്ട് സ്റ്റേയിങ് ഔട്ട്സൈഡ് ദ ഹോസ്റ്റൽസ് കുറച്ച് എക്സ്പെൻസീവ് ആവും. പിന്നെ ഇറ്റ്സ് അപ് ടു യു. അതായത് ഇപ്പോ ഇഫ് യു ആർ ജനറലി നമ്മുടെ നാട്ടിലെ ഒരു ഗവൺമെന്റ് കോളേജസ് ഒക്കെ ആയിട്ട് കമ്പയറബിൾ ആണ് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റൽസ് ഒക്കെ. പിന്നെ ഫുഡ്, നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ എന്താ പറയാ, അതൊക്കെ അഡ്ജസ്റ്റ് ആയി വരണം. അതൊക്കെ ഒബ്വിയസ്ലി പഞ്ചാബ് സൈഡിൽ ബെറ്റർ ആയിരിക്കില്ലേ ഫുഡ് ഇപ്പം കമ്പയർ ടു ഇപ്പം സാജൻ പഠിച്ചത് രണ്ടും മൊഹാലിയിൽ, രണ്ടും ആ ഒരു പഞ്ചാബ് സൈഡിലായതുകൊണ്ട് എനിക്ക് കമ്പാരിസൺ പേഴ്സണലി പറയുകയാണെങ്കിൽ എന്താ പറയാ, ഒരു എൻവയോൺമെന്റ് അത്ര ഇതായിരിക്കില്ല. അതായത് ഒരു എന്താ പറയാ, നോർമൽ ബോയ്സ് ഹോസ്റ്റൽ മെസ് ആ ഒരു വൈബ്സ് ആയിരിക്കും ക്യാൻറ്റീൻസ് ഒക്കെ തരിക. പക്ഷെ ദ ഫുഡ് ഇസ് ഗുഡ്. Food is super cheap. Food is super good. It's a fully vegetarian campus. Okay. അപ്പോൾ അത് അങ്ങനെ ആ ആസ്പെക്റ്റിൽ ഇറ്റ് ഇസ് ഗുഡ്. പിന്നെ പഞ്ചാബ് ആസ് എ ഹോൾ ദ ഫുഡ് ഇസ് റിയലി ഗുഡ്. പുറത്ത് പോയി കഴിഞ്ഞാലും എനിക്ക് ഇപ്പൊ ചണ്ഡീഗഡില് ഇഷ്ടംപോലെ നല്ല നല്ല ഷോപ്പിംഗ് ഏരിയാസും
നല്ല നല്ല മോൾസ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ടോപ്പ് 5 ബിഗ്ഗസ്റ്റ് മോൾസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എലാൻറ്റെ മോൾ, കുറെ അങ്ങനത്തെ നല്ല ഷോപ്പിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ചണ്ഡീഗഡിലുണ്ടാവും. ചണ്ഡീഗഡ് എന്താ ഇറ്റ്സ് വർത്ത് യുവർ സ്റ്റേ ഫോർ 2 years. യാ കോട്ട്. അങ്ങനെയുള്ള സ്ട്രഗിൾ എന്തായാലും നിങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ ഒരു ബോധ്ഗയയിലോട്ട് പോകുന്ന പോലെയോ അല്ലെങ്കിൽ ജമ്മുവിലോട്ട് പോകുന്ന പോലെ ആ ഒരു സ്ട്രഗിൾ എന്തായാലും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരില്ല. അത് യാ അത് ആക്ച്വലി ഞാനൊരു പ്രോ ആയിട്ടാ പറയാ യുബിന്റെ. യു ആർ ആക്ച്വലി ലിവിങ് ഇൻ എന്താ പറയുക ഒരു നോർമൽ റുട്ടീൻ. അതായത് യാ ആഹ്, എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ല, ബട്ട് പേഴ്സണലി എക്സ്പീരിയൻസ് പറയാൻ ഞാൻ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണ്. അപ്പോ ഞങ്ങള് ഒരു ക്ലോസ്ഡ് ക്യാമ്പസിലായിരുന്നു. ഞങ്ങൾക്ക് ക്യാമ്പസിലെല്ലാം ഉണ്ട്. അപ്പൊ സോ യു ആർ കൈൻഡ് ഓഫ് ഇൻക്യുബേറ്റഡ്. യാ അതായത് ഒരു പുറത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നു അത് തീരെ അപ്ഡേഷൻ തീരെ ഇത് ഉണ്ടാവില്ല, കോണ്ടാക്ട് ഉണ്ടാവില്ല നമുക്ക് ഔട്ടർ വേൾഡുമായിട്ട്. പക്ഷെ യു ബി എസിൽ അങ്ങനെയല്ല. യു ബി എസിൽ എന്താ പറയുക, പീപ്പിൾ ഗോയിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ക്യാമ്പസ് എവറി ടൈം. കുറച്ചുകൂടെ ഇഷ്ടംപോലെ ലൈഫ് ഷോസ് പഠിക്കാൻ പറ്റും ഉണ്ടാവും, അല്ലേ? ഇഷ്ടംപോലെ കുറച്ചുകൂടെ ഭയങ്കര ലൈഫ്. ഭയങ്കര റിയലിസ്റ്റിക് ലൈഫാണ് അവിടെ. അതെ. ആ, Got it. അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. അവിടെ ഈവൻ യു ഹാവ് ഡേ സ്കോളേഴ്സ് ഇൻ യു ബി എസ്. ഉം. ഓക്കെ, യു ഡേ സ്കോളേഴ്സ് കമ്മിങ് ഇൻ കാർ ലൈക്ക് മെർസിഡീസ്. ഉം. എന്താ പറയാ ഒരു എന്താ ടിപ്പിക്കൽ പറയാ പഞ്ചാബ് പോഷ്. ടിപ്പിക്കൽ പഞ്ചാബി വൈബ്സ്. അതെ. അപ്പൊ ഇൻഫാക്ട് ഒരു ഫണ്ണി പറഞ്ഞെന്നുള്ളൂ. അതായത് ഇൻഫോസിസിന്റെ ഒരു ടീം ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് തരാൻ വന്നിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു കുട്ടിയുടെ കയ്യിൽ ലെക്സസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇൻഫോസിസിലെ ആൾക്കാര് റെയിൽവേ സ്റ്റേഷനിൽ അവര് ബൈ ട്രെയിനാണ് വന്നത്. അപ്പൊ അവര് റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാൻ ഈ കുട്ടിയാ പോയത്. അപ്പൊ ഓക്കെ. അവര് തന്നെ ഞെട്ടിപ്പോ, ഓ ഇത് യു ബി ലെക്സ്. എസിന്റെ ഒഫീഷ്യൽ ട്രീറ്റ്മെന്റ് ആണോ അങ്ങനെ. യു ഹാവ് ബോത്ത്. യു യാ ഹാവ് പീപ്പിൾ ഫ്രം ഓൾ ദി ആസ്പെക്ട്സ്. സ്ട്രാറ്റ. ഓക്കെ. ഗോട്ട് ഇറ്റ്. ഈ പ്ലേസ്മെന്റ്സ് മൊത്തത്തിൽ എങ്ങനെ പോകുന്നുണ്ട്? ഓൾമോസ്റ്റ് എല്ലാവർക്കും പ്ലേസ്മെന്റ്സ് കിട്ടുന്നുണ്ടോ? ആൻഡ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പം നിങ്ങളിപ്പോൾ 1 lakh ഫീസ് വെച്ചിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈവൻ ഇഫ് ഇറ്റ്സ് എ സ്ലോ സ്റ്റാർട്ട് വെൻ കമ്പയർഡ് ടു സേ ടോപ്പ് 10 ബി സ്കൂൾസ്, ഐ തിങ്ക് യു വിൽ റീച്ച് ദെയർ. ഐ മീൻ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. ഐ മീൻ ഒരു സ്ലോ സ്റ്റാർട്ട് ആണെങ്കിലും ഒരു ആക്ച്വലി ലോൺ എടുക്കാതെ പഠിക്കുമ്പോൾ യു ആർ ആക്ച്വലി ബൈയിങ് ലൈക്ക് അറൌണ്ട് 3-4 years ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ടോ അവിടുത്തെ പ്ലേസ്മെന്റ്സ്? എല്ലാവരും ഹാപ്പി ആണോ? ആൻഡ് എത്ര പെർസെന്റ് പ്ലേസ്ഡ് ആവുന്നുണ്ട്? അല്ലെങ്കിൽ ഇപ്പോ ഒബ്വിയസ്ലി ഐ മീൻ കാണുന്നവർ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ പ്ലേസ്മെന്റ് സെനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കുറച്ച് മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ടോപ്പ് ബി സ്കൂൾസ് ആർ സ്ട്രഗ്ലിംഗ് എ ലിറ്റിൽ ബിറ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് വിൽ ബി പെർമനന്റ്. അത് ഇംപ്രൂവ് ആവും, ബട്ട് ആസ് ഓഫ് നൗ ദേ ആർ സ്ട്രഗ്ലിംഗ്. അപ്പം ആ ഒരു ഇതും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കണം. ഇപ്പൊ എന്താണോ സാജൻ പറയുന്നത്, ഐ ഡോണ്ട് നോ വാട്ട് സാജൻ ഈസ് ഗോയിങ് ടു സേ, ബട്ട് ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ. പ്ലേസ്മെന്റ്, അതായത് യു ബി എസിന്റെ പ്ലേസ്മെന്റ് ഇസ് ഹൈലി ഡിപെൻഡ് ഓൺ ദ ബാച്ച് പ്രൊഫൈൽ, ആൻഡ് ബാച്ച് പ്രൊഫൈൽ ഇസ് ഓൾസോ ഡൈനാമിക്. ഭയങ്കരമായിട്ട് വേരി ചെയ്യും ഓരോ കൊല്ലത്തെയും വരുന്ന ബാച്ച് എങ്ങനെയാണെന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ബി എസിന്റെ പ്ലേസ്മെന്റ്സിൽ അലുമിനൈസ് ആണ് കൂടുതൽ. അതായത് സെക്കൻഡ് ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലേസ്മെന്റ് ടീം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് ടീം. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ലുക്ക് ഫോർ, അതായത് എന്താ പറയാ, വി ആർ നോട്ട് ഡൂയിങ് കോൾഡ് ഇമെയിൽസ് ഓർ കോൾഡ് കോളിംഗ്. ഐ മീൻ ഇൻ എഫക്റ്റീവ്ലി ഇറ്റ്സ് എ കോൾഡ് കോളിംഗ്. പക്ഷെ എന്താ പറയാ, വി ഹാവ് എ റെഫറൽ. അതായത് ഒരു അലുമിനെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും എപ്പോഴും ഒരു വാം ഇൻട്രോ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും, കോൾഡ് അല്ല. അതെ. അപ്പോ അത് അങ്ങനെ ഏതൊക്കെ കമ്പനീസിന് വരാൻ പറ്റുന്നോ അങ്ങനെയുള്ള കമ്പനീസ് ആണ് വരിക. ഇനി അടുത്ത അഡ്വാൻറ്റേജ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, സപ്പോസ് ബാച്ച് സ്ട്രെങ്ത് ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് ജസ്റ്റ് 200 സ്റ്റുഡൻസ്. ഓക്കെ, ആൻഡ് ആലുമിനൈസ് ഓൾമോസ്റ്റ് സപ്പോസ് ഒരു 40-50 കമ്പനീസിന്റെ നമുക്ക് ആലുമിനൈസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഓരോ കമ്പനി 2 സ്റ്റുഡൻസിന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബാച്ച് പ്ലേസ്ഡ് ആയി. ഓക്കെ, 2 to 4 റഫ്ലി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വി പ്ലേസ്ഡ്. അപ്പോ അങ്ങനെ ഒരു പ്രിവിലേജ് യു ബി എസിനുണ്ട്. അങ്ങനെ അത്ര എസ്റ്റീംഡ് അലുമിനൈ ഉണ്ട്, ഹെൽപ്പിംഗ് അലുമിനൈ ആണ്. മനസ്സിലായി. സോ അലുമിനി കൾച്ചർ, ആ ഒരു സംഭവം, ഹെൽപ്പിംഗ് ഇതുണ്ട്, ഭയങ്കര ഇതാണ്. സ്ട്രോങ് ആണ്. ഇനി അതിന്റെ ചാലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനീസ് വിൽ കം. പക്ഷെ ഇത് സെന്റിമെന്റ്സിന്റെ പുറത്ത് ഒരിക്കലും കമ്പനീസ് ഹയർ ചെയ്യില്ല. വെൽക്കം, they'll do their standard procedures. If they're eligible, they'll take it. അപ്പൊ ബാച്ചില് if you have eligible people, they'll take. 2013 മെക്കിൻസി വന്നിരുന്നു. Okay. But they hired 0 people. Got it. Okay. So there is room for opportunities, but whether you make it or not, So basically നിങ്ങൾക്ക് അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. If you can grab it, you can grab it. Yes. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. അതായത് if somebody is not like, എന്താ പറയുക, അത് ഞാൻ പറഞ്ഞ ഒരു ലോ റിസ്ക് ലോ റിട്ടേൺ ആണ്. ഇപ്പോ എനിക്ക് ഭയങ്കര ആസ്പിറന്റ് ആണ്, ഐ ഷുഡ് റീച്ച് അറ്റ്ലീസ്റ്റ് എന്താ പറയുക ഒരു സീനിയർ അനലിസ്റ്റ് പൊസിഷനിലേക്കാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ, ദിസ് മേ നോട്ട് ബി ദ പ്ലേസ് ഫോർ യു. അങ്ങനത്തെ പ്രൊഫൈൽസ് വരില്ല. പക്ഷെ യു ഗെറ്റ് ദ കമ്പനീസ്, ബട്ട് ദ കമ്പനീസ് വിൽ ബി ഹയറിംഗ് അറ്റ് എ ലോവർ
lower position. എനിക്ക് തോന്നുന്നു ഇപ്പൊ ലാസ്റ്റ് ഇയർ ആവറേജ് പാക്കേജ് വാസ് അറൌണ്ട് 13-14 റൈറ്റ് 14 LPA 13 LPA മറ്റോ Last year means my batch. 13. Yeah. 13 LPA റേഞ്ചിലായിരുന്നു. ഓക്കെ. ഈ എന്തെങ്കിലും ഡൊമൈൻ ഇൻക്ലിനേഷൻസ് ഉണ്ടോ? അതാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. സോ യൂഷ്വലി ഇപ്പം ഉണ്ട്. യെസ്. അതായത് ബാച്ച് പ്രൊഫൈൽ വരുമ്പോ ഇത് മോസ്റ്റ്ലി ഐ തിങ്ക് കാറ്റിനാണ് കൂടുതൽ വെയിറ്റേജ് ഇതിൽ വരുമ്പോ ഓവറോൾ ക്യുമുലേറ്റീവ് സ്കോറിൽ കാറ്റിനാണ് കൂടുതൽ വെയിറ്റേജ്. അപ്പൊ അങ്ങനെ വരുമ്പോ കാറ്റിൽ പെർഫോം ചെയ്യുന്നത് ജനറലി ഒരു ഫ്രഷേഴ്സിനാണ് കൂടുതൽ സ്കോറിംഗ് ടെൻഡൻസി അല്ലേ. അപ്പൊ അതുകൊണ്ട് ബാച്ച് വിൽ ബി മോസ്റ്റ്ലി ഫ്രഷേഴ്സ്. അപ്പോ അത് കാരണം തന്നെ എന്താ പറയാ നമുക്ക് വരുന്ന റോൾസിൽ മെജോറിറ്റി വിൽ ബി മാർക്കറ്റിംഗ് മനസ്സിലായി. സെയിൽസ്. എത്ര പെർസെന്റ് ഫ്രഷേഴ്സ് ഉണ്ടാവും അപ്രോക്സിമേറ്റ്ലി? കേട്ടിരുന്നോ? കേട്ടു കുഴപ്പമില്ല. എത്ര ബാച്ചിലോ? പെർസെന്റ് ഫ്രഷേഴ്സ് ഉണ്ടാവും അപ്രോക്സിമേറ്റ്ലി ബാച്ചില്? 70 to 80%. 70 to 80% ഫ്രഷേഴ്സ് ആണ്. ഓക്കെ ഗ്രേറ്റ്. Around 60% sales and marketing, 10% operations, 20 to 30% finance roles. അങ്ങനെയാണ് റോജ. ഓക്കെ ഫൈൻ. അപ്പം ഇപ്പൊ ഈ പറഞ്ഞു വെച്ചിട്ട് ഈ ഫ്രഷേഴ്സ് ഇത്ര അധികം വരുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇതിൽ അപ്ലൈ ചെയ്യുന്നതിൽ നിന്ന് ഡിസ്കറേജ് ചെയ്യോ സാജന്റെ ഒരു സ്വന്തം ഒരു പേഴ്സണൽ ഒപ്പീനിയനില്? അതിൽ ഐ ഹാവ് ടു ബി വെരി എന്താ പറയാ ക്രൂഡ് ഹിയർ ബിക്കോസ് എന്താ പറയാ we have people like in tech world we have people with 3.5 LPA 5 LPA like who's been working for 2 years അല്ലേ. അപ്പോ if such people are looking for a jump അങ്ങനെയൊക്കെ വരുമ്പോ കാരണം എന്താ പറയാ ഒരു ഫ്രഷർ വന്നു കഴിഞ്ഞാൽ ഈ they will not be placed at the average package. They can expect a little better. It can go till 13-14 ഒക്കെ വരെ പോവാം. അപ്പൊ so if those people are looking for if this is the kind of role they are looking for അങ്ങനെ they can jump. അല്ലാതെ ഒരു എന്താ പറയാ see if you're already at somewhere around 8-9 and you're having a എന്താ പറയാ നല്ലൊരു റോൾ ആണ്, then you're aiming for something much higher. അപ്പൊ UBS may not be the place for you. Got it. അങ്ങനെ മനസ്സിലായി. അപ്പൊ ബേസിക്കലി വർക്ക് എക്സ് ഉള്ളവർക്ക് വലിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ടെന്നല്ല, ബട്ട് ഇഫ് യു ആർ ഓൾറെഡി ഏർണിംഗ് ലൈക്ക് അറൌണ്ട് 8-10 അല്ലെങ്കിൽ 12 LPA ഒക്കെ ഓൾറെഡി ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി ദിസ് മൈറ്റ് നോട്ട് ബി എ ഗ്രേറ്റ് ഓപ്ഷൻ. ബട്ട് ഇഫ് യു ആർ സ്റ്റിൽ അറ്റ് സേ TCS, ഇൻഫോസിസ്, വിപ്രോ പോലെ സർവീസസ് കമ്പനിയിലൊക്കെ ഇഫ് യു ഹവ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ലൈക്ക് 2 years ആയിട്ടും വലിയ ഇൻക്രിമെന്റ് ഒന്നും ഇല്ലെങ്കിൽ ദിസ് വിൽ ബി എ ഗ്രേറ്റ് ജംപ്, ഗ്രേറ്റ് പ്ലാറ്റ്ഫോം ടു സേ ലോഞ്ച് പാഡ് യുവർ യൂസ് ഇറ്റ് ആസ് എ ലോഞ്ച് പാഡ് ഫോർ യുവർ കരിയർ ആക്സലറേഷൻ. മനസ്സിലായി. ഇനി മെയിൻ ചോദ്യങ്ങളിലേക്ക് വരാം. മെയിൻ ചോദ്യം എന്ന് പറയുന്നത് ഒന്ന്, സാജൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ക്യാമ്പസ് ലൈഫ് UBS, എസ്പെഷ്യലി ബിക്കോസ് സാജൻ വിൽ ബി ദി ബെസ്റ്റ് പേഴ്സൺ ടു സേ ദാറ്റ് ബിക്കോസ് യു ഹാവ് ഓൾറെഡി ബീൻ ഐസർ മോലി വിച്ച് ഇസ് എ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ് യു ഹാവ് ടോക്ക് ലൈക്ക് ഒരു ക്ലോസ് ക്യാമ്പസ് കംപ്ലീറ്റ്ലി ഫെസിലിറ്റീസും എല്ലാം പാമ്പർ ചെയ്തിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നിന്നിട്ട് അവിടെ നിന്ന് UBSലോട്ട് മൂവ് ചെയ്തപ്പോഴത്തേക്കും ഹൗ വാസ് ദി ക്യാമ്പസ് ലൈഫ് ഫോർ യു? ഫസ്റ്റ് അത് ആൻസർ ചെയ്തിട്ട് പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കയറാം. എനിക്ക് ആക്ച്വലി UBS പേഴ്സണലി സ്പീക്കിംഗ് എനിക്ക് ആക്ച്വലി UBS ഒരു ഡീഗ്രോത്ത് ആയിരുന്നു. പക്ഷെ എന്താ പറയാ ഫോർ ദാറ്റ് സ്വിച്ച് ഡൊമൈൻ സ്വിച്ചിൽ എന്നെ ഹെൽപ്പ് ചെയ്തു. ആക്ച്വലി ഐ എം വെരി ഹാപ്പി വിത്ത് വാട്ട് ഐ ഗോട്ട്. അപ്പോ ബട്ട് ഇൻ ദ ടു ദാറ്റ് മാനേജിങ് ആ 2 വർഷം മാനേജ് ചെയ്യാൻ കുറച്ച് ടഫ് ആയിരുന്നു. ബിക്കോസ് എന്താ പറയാ ഐ നെവർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ കണ്ടീഷൻസ് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവൻ യൂണിവേഴ്സിറ്റി എക്സാംസ് എങ്ങനെയാണ് കൊടുക്കുക, ഫാക്കൽറ്റീസ് എങ്ങനെയാണ് നമുക്ക് ലെക്ചേഴ്സ് ഡെലിവർ ചെയ്യുക, എന്തൊക്കെ റിസോഴ്സസ് നമുക്ക് കിട്ടാം. അപ്പോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ് അറ്റ് ലൈക്ക് ദ ഹൈ എൻഡ്, നമുക്ക് എല്ലാം ഉണ്ട്. അപ്പോ ഇവിടെ വി ആർ അറ്റ് ദ സബ് പാർ. അപ്പോ ദാറ്റ് എക്സ്ട്രാ എഫേർട്ട് നമ്മൾ ഇടണം, അങ്ങനത്തെ ഒരു എൻവയോൺമെന്റിൽ ആയിരുന്നില്ല ഞാൻ വരുന്നത്. അപ്പോ ഐ ഹാഡ് ടു വർക്ക് മൈ വേ ഔട്ട്. അപ്പോ അതാണ്. അപ്പോ പക്ഷെ അറ്റ് ദ സെയിം ടൈം മൈ കൊളീഗ്സ് വർ നോട്ട് ഫീലിംഗ് ദ സെയിം. എന്റെ ഫ്രണ്ട്സ് കുറെ പേര് വരുന്നത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് വന്നവർക്കൊക്കെ ദേ ഫൗണ്ട് ഇറ്റ് പ്രിറ്റി നോർമൽ. ഓക്കെ. പിന്നെ UBS ഐ തിങ്ക് സ്റ്റിൽ, കാരണം എന്റെ ബാച്ചിലും ഉപയോഗിച്ചിരുന്നില്ല. ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് വളരെ കുറവുള്ള ഒരു സ്ഥലമാണ് UBS. കാരണം ആഫ്റ്റർ 6 യു ഡോണ്ട് ഫൈൻഡ് ആക്ടിവിറ്റീസ് ഒന്നും അധികം ഇല്ല സ്റ്റുഡന്റ് ആസ് എ സ്റ്റുഡന്റ്. കാരണം സ്റ്റുഡന്റ് ക്ലബ്സ് ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഉണ്ട്. പക്ഷെ എന്താ പറയാ ഒരു ഇതല്ലേ, ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ലേ. അപ്പൊ അതുകൊണ്ട് ആഫ്റ്റർ 6 o'clock ഒരു ഹാള് നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണമെങ്കിലോ എന്താ പറയാ ഒരു ലെങ്തി പ്രൊസീജിയർ ഉണ്ടാവും. അവിടെ നിന്ന് അപ്രൂവൽ, ഇവിടെ നിന്ന് അപ്രൂവൽ, അങ്ങനെ ഒരു 4-5 അപ്രൂവൽ ഒക്കെ വേണ്ടി വരും.
മനസ്സിലായി. അപ്പൊ അത് മാത്രമല്ല, അതിന്റെ ഇടയ്ക്ക് ഒരു സൂപ്പർവൈസർ പറയണം എനിക്ക് 5 മണിക്ക് ശേഷം വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പക്ക ഒരു ഗവൺമെന്റ് സെറ്റപ്പ് ആണ്. മനസ്സിലായി. അപ്പോ അറൌണ്ട് ആഫ്റ്റർ 6 o'clock എന്താ പറയുക, ബേസിക്കലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഓൺലൈൻ. ഓക്കെ. മനസ്സിലായി. അപ്പോ സ്റ്റുഡന്റ് ആക്ടിവിറ്റീസ് ഒക്കെ എന്താ പറയുക, ഇറ്റ് വിൽ ബി ഇൻ ദ ഡേ ടൈം. ഉം. പിന്നെ ഒരു യു ബി എസിന്റെ ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൺലൈക്ക് നോർമൽ ബി സ്കൂൾസ്, ഇവിടെ പ്രഷർ വളരെ കുറവാണ്. പ്രഷർ അതായത് വളരെ കുറവ്. യാ. ആ ഐ ഹേർഡ് മൈ എന്താ പറയുക, എന്റെ ഫ്രണ്ട്സ് ഹു ആർ ഇൻ ബി സ്കൂൾസ് ഡൈയിങ് ബൈ ലൈക് ഫ്രം ദി ഡെഡ് ലൈൻസ്, അസൈൻമെന്റ് സബ്മിഷൻസ്, എക്സ്ട്രാ വർക്ക്സ് ആൻഡ് ഓൾ. അതും നോൺ ഗ്രേഡഡ്, അതായത് ഗ്രേഡ്സ് ഇല്ല, പക്ഷെ ദർ ഇസ് എ വെയിറ്റേജ് ടു ഇറ്റ്, അല്ലെങ്കിൽ ഇറ്റ് മാറ്റേഴ്സ് അങ്ങനെ. യാ. പക്ഷെ യു ബി എസിൽ അക്കാര്യത്തില് എന്താ പറയാ, യു ആർ എ ടീസ്. ഗോട്ട് ഇറ്റ്. ഇനി ഇവിടെ കയറി പറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും കേട്ട് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദിസ് എ ഗ്രേറ്റ് ബി സ്കൂൾ. എസ്പെഷ്യലി നിങ്ങൾ ഫ്രഷേഴ്സ് ആണ്, നിങ്ങൾ ഓൾറെഡി ഇപ്പം സേ ഒരു NIT അല്ലെങ്കിൽ IIT എന്നൊക്കെ ഗ്രാജുവേറ്റ് ചെയ്ത് ഓൾറെഡി ഇഫ് യു ഒരു 10-15-20 lakhs LPL ഒന്നും അല്ല വർക്ക് ചെയ്യുന്നത്. ഇഫ് യു വോണ്ട് ഒരു നല്ല ROI കോളേജ്, അതായത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഫിനാൻഷ്യൽ കൺസേൺ, ഈവൻ ദോ നിങ്ങൾക്ക് ലോൺ കിട്ടും, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ടോപ്പ് ബി സ്കൂൾസ് ഒക്കെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊളാറ്ററൽ ഫ്രീ കോവർ ഫ്രീ ലോൺസ് കിട്ടുമെങ്കിലും ലോൺ എടുക്കേണ്ടാത്ത, ആ പ്രഷർ എടുക്കേണ്ടാത്ത, അല്ലെങ്കിൽ ഒരുപാട് ഭയങ്കര കോളേജിലാണെങ്കിലും അത്രയും പ്രഷർ എടുക്കേണ്ടാത്ത ആൾക്കാർക്ക് ഒരു അത്യാവശ്യം നല്ലൊരു യൂണിവേഴ്സിറ്റി കോളേജിൽ, ഐ മീൻ ചണ്ഡീഗഡ് പോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് പഠിച്ച് നല്ലൊരു ലെഗസിയുടെ പാർട്ട് ആവാനും നല്ലൊരു കരിയർ ആക്സലറേഷൻ കിട്ടാനും പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നോ ഈ സ്റ്റുഡൻസ് വാണ്ട് ടു ഗെറ്റ് ഇൻ, ലൈക്ക് വാട്ട് ആർ ദി ഓഡ്സ്? കാരണം ഞാൻ പണ്ട് ഇത് കൺസിഡർ ചെയ്യാതിരുന്നതിൻ്റെ ഒരു കാരണം, ഞാൻ എൻ്റെ റിസർവേഷൻ ചാർട്ട് എടുത്ത് നോക്കിയപ്പോൾ തന്നെ കുറച്ചധികം റിസർവ്ഡ് സീറ്റ്സ് ഇങ്ങനെ കണ്ടു. അപ്പം അതിലൊന്നിലും നമുക്ക് ആപ്ലിക്കബിളും അല്ലായിരുന്നു, കാരണം ഈ ബോർഡർ ഏരിയാസിലുള്ളത് അങ്ങനെയുള്ള കുറെ ഇത് കണ്ടു. അപ്പൊ എന്താണ് അതിന്റെ റിയാലിറ്റി? കാരണം അന്ന് ഏതുകൊണ്ട് 60 സീറ്റ്സോ മറ്റോ ആയിരുന്നു, പിന്നെ കൂട്ടിയതാവണം ഈ 150 സീറ്റ്സ് എന്ന് പറഞ്ഞത്. 150 സീറ്റ്സ് ആണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ലുക്രേറ്റീവ് ആസ് വെൽ, ഐ മീൻ പീപ്പിൾ ക്യാൻ ആക്ച്വലി കൺസിഡർ ദിസ്. സോ എത്ര സീറ്റ്സ് ഉണ്ട് ആൻഡ് വാട്ട് ആർ ദി റിയൽ ചാൻസസ് ഓഫ് സ്റ്റുഡൻസ് കൺവേർട്ടിംഗ് ഇൻ, അപ്രോക്സിമേറ്റ് പെർസെന്റേജ് എന്തായിരിക്കാം എന്നുള്ളത് മുതലായ കാര്യങ്ങളൊന്ന് പറയാമോ? എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ഫോർ എ ആവറേജ് കേരളൈറ്റ് സ്റ്റുഡന്റ്. കാരണം കാരണം എന്താ പറയാ, നമ്മൾ ജനറലി മലയാളീസ് ആർ വെൽ നോൺ ഫോർ ദർ കമാൻഡ് ഇൻ ഇംഗ്ലീഷ്, അല്ലെ? അപ്പൊ ഒരു ആവറേജ് സ്റ്റുഡന്റിന് എന്താ പറയാ, ഒരു ആവറേജ് കേരള സ്റ്റുഡന്റ്, ഐ എം ബീങ് എ വെരി സ്റ്റീരിയോടിപ്പിക്കൽ ഹിയർ, പക്ഷെ ഹീസ് അറ്റ് എന്താ പറയാ, ഹാവിംഗ് ഗുഡ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇൻ ടു UBS. അഗെയിൻ ഐ റീഐറ്ററേറ്റ് ആവറേജ്. കാരണം എന്താ പറയുക, ഇഫ് യു ആർ ഹോപ്പിംഗ് ഫോർ സംതിങ് വെരി ഹൈ, പ്ലീസ് ഡോണ്ട് കീപ് UBS ആസ് യുവർ ഓപ്ഷൻ വെരി ഹൈ. പക്ഷെ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ദാറ്റ് ഒരു എന്താ പറയുക, ഒരു ബേസ് ലൈനിൽ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ദാറ്റ് ജംപ്, UBS ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഇനി വാട്ട് വർ ബി ഓൺ, എന്തായിരുന്നു നമ്മൾ സോ പറഞ്ഞത്? എത്ര സീറ്റ് ഉണ്ട്, അതിൽ എത്ര പെർസെന്റേജ് ഇതുണ്ട്, ഐ മീൻ അല്ലാതെ മൊത്തത്തിൽ ജെൻഡർ ഡൈവേഴ്സിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ബാച്ചിലൊക്കെ? എത്ര പെർസെന്റേജ് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു? ഒരു 20-30% മാക്സിമം. അതായത് ഗേൾസ് ഉണ്ടായിരുന്നു. ഈ 150 എന്ന് പറഞ്ഞില്ലേ, ഞാൻ ഒരു 200 എന്ന് പറഞ്ഞില്ലേ സ്ട്രെങ്ത് ടോട്ടൽ. ഈ 200 സ്ട്രെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് 2 batches ഇൻ MBA ജനറൽ. അതാണ് മോസ്റ്റ് വാണ്ടഡ് ബാച്ച്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഹാവ് എ ബാച്ച് ഫോർ IB, ഇന്റർനാഷണൽ ബിസിനസ്. യു ഹാവ് എ ബാച്ച് ഫോർ HR, സ്മോൾ ബാച്ച് ഫോർ ഓണ്ടർപ്രണർ സ്റ്റഡീസ്. അതിൽ പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. അതില് പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. വേഴ്സ്റ്റ് കേസിൽ ഡിമാൻഡ് ലാസ്റ്റ് കൺസിഡറേഷനിലുള്ളവരാണ് ഈ ബാച്ച്. അപ്പോൾ ഈ എന്റെ ഒരു റഫ്ലി ഒരു ബാച്ചിൽ 40 സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ 4 ബാച്ചോട് കൂട്ടിയിട്ട് എന്റെ ബാച്ചിൽ അറൌണ്ട് 160 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ. ഇനി ഇതിൽ കിട്ടാൻ ഈ MBA ജനറൽ ബാച്ചിന്റെ ഒരു ആവറേജ് വരുന്നത് ഫോർ ജനറൽ കാറ്റഗറി ഇറ്റ് വിൽ ബി അറൌണ്ട് 85% should get you there. Okay. And reservations around 60-70% also can get you there. Even if you are at suppose you are at 75% or above in general, but don't hesitate to apply if you want UBS. If the criteria fits you, hesitate ചെയ്യരുത്. കാരണം എന്താ പറയുക, ഇന്റർവ്യൂവിൽ കിട്ടുന്ന ഒരു സർജ് ഇറ്റ് കൻ ആക്ച്വലി ഹെൽപ്പ്. കാരണം എന്റെ ഇന്റർവ്യൂവിൽ ഐ ഹാഡ് എ ഫോറിൻ ഇന്റേൺഷിപ്പ്. ഓക്കെ. അപ്പോ ഞാനത് അത് പറഞ്ഞപ്പോൾ അതൊരു വൗ ഫാക്ടർ ആയിട്ടാണ് ടേൺ ഔട്ട് ചെയ്തത്. അപ്പോൾ ഐ കുഡ് സി എന്റെ ബാച്ചില്, എന്റെ ക്ലാസ്സിൽ, ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയപ്പോൾ എന്റെ
ബാറ്റ്സ്മാൻസിൽ സം പീപ്പിൾ ഹാഡ് 94-93%. എന്നെക്കാളും 3-4% കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഫൈനൽ ക്യൂമുലേറ്റീവ് സ്കോർ വന്നപ്പോൾ ഞാൻ അവരിലും മുകളിലായിരുന്നു. ക്യുമുലേറ്റീവ് സ്കോറിൽ എവിടെ എന്തിലാണ് വെയിറ്റേജ് മെയിൻ ആയിട്ട് അതെ, പോകുന്നത്? ക്യാച്ച് സ്കോർ എന്നാണ്. ഓൾമോസ്റ്റ് 80-90% എനിക്ക് തോന്നുന്നു ക്യാറ്റ് വെയിറ്റേജ് തോന്നുന്നു. പക്ഷെ ദർ ഇസ് ദാറ്റ് 20% ഫ്രം GDP ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോ സ്റ്റിൽ ദാറ്റ് ആഡഡ്, ആ ഒരു 10% അങ്ങാണ്ടുള്ള വെയിറ്റേജ്, പക്ഷെ സ്റ്റിൽ ദാറ്റ് ആഡഡ് ടു ദ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. അപ്പോ അത് കേരളത്തിന് ആക്ച്വലി ഉള്ള അഡ്വാൻറ്റേജ് ആണ്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, അതായത് ഈവൻ ഫോർ GDPI, ജനറലി നോർത്ത് ഇന്ത്യൻസ് ആർ വെരി അഗ്രസീവ്. എന്താ പറയാ, ഭയങ്കര എക്സ്ട്രോവേർട്ടഡ് നേച്ചർ ആണ് ജനറലി. അവർക്ക് എന്തും പറയാനൊരു മടിയില്ല, കുറച്ച് അഗ്രസീവ് ആണ്. നമ്മൾ കുറച്ച് ഷൈ അവേ ആയിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ ഇഫ് യു എന്താ പറയാ, GDPIയിൽ യു ഷുഡ് ലീവ് ഓൾ ദാറ്റ്, അതായത് ഗിവ് ഇറ്റ് ഓൾ, ആ ഒരു നേച്ചറിലേക്ക് വരിക. then you can easily make it there. I would suggest around 80% should get you. 85% ആണെങ്കിൽ almost it's confirm. 80% ഒരു 75 പ്ലസ് ആണെങ്കിൽ do well in GDPI, it will get you into an MBA general seat. Great. അപ്പൊ ഇതില് ജനറൽ ഈ 200 സീറ്റ്സിന്റെ സ്പ്ലിറ്റ് എങ്ങനെയായിരിക്കും? ഒരു മെജോറിറ്റി 50% സീറ്റ്സ് വിൽ ബി MBA ജനറൽ, അങ്ങനെയാണോ? ഓൾമോസ്റ്റ്. ഒരു 30% വിൽ ബി IB, 10% HR, അങ്ങനെയാണ്? ബാച്ച് സൈസ് ആണ്, ഒരു ഈക്വലി ബാച്ചസ് ആയിരിക്കും. ഒരു സപ്പോസ് 200 എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റ് ബൈ 5, അപ്പോ ഒരു 45. അങ്ങനെയാണ്. ഓക്കെ, ഈക്വൽ ആയിട്ട് എല്ലാത്തിലും ഇതുണ്ട്. അതെ. ആൻഡ് ഇല്ലാത്തൊരു പ്രയോറിറ്റി വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്ലേസ്മെന്റ്സ് ജനറലിനും IBക്കും ഒക്കെ ഓൾമോസ്റ്റ് ഒരേപോലത്തെ പ്ലേസ്മെന്റ്സ് എല്ലാ ജനറലിനായിരിക്കും ഏറ്റവും അടിപൊളി. കാരണം ചില കമ്പനീസ് ഫിൽട്ടർ ചെയ്യും, ഞങ്ങൾക്ക് ജനറൽ മതി. കാരണം ജനറലിന് സെക്കൻഡ് ഇയർ വരുമ്പോഴത്തേനും വി ക്യാൻ ചൂസ് മേജേഴ്സ് ആൻഡ് മൈനേഴ്സ്. പിന്നെ ആയിരിക്കും ഇതല്ല, പിന്നെ IB ആയിരിക്കും. പിന്നെ വരുന്നത് IB. അപ്പോ ഫൈനാൻസ് കമ്പനീസ് വരുമ്പോൾ ദേ വിൽ പ്രിഫർ ഫൈനാൻസ് മേജേഴ്സ്. അത് MBA ജനറലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അപ്പൊ IB ഉള്ളവർക്ക് മെയിൻ ആയിട്ട് ഈ പറയുന്ന സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രൊഫൈൽസ് തന്നെ ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ, ഈ എത്രത്തോളം സേഫ് ആണ് ഇപ്പൊ ഒരു കേരളത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയൊക്കെ വന്ന് പഠിക്കുകയാണെന്നെങ്കിൽ, എസ്പെഷ്യലി സിൻസ് ഇറ്റ്സ് എ യൂണിവേഴ്സിറ്റി കോളേജ്, സോ ഇഫ് ഇറ്റ്സ് എ ക്ലോസ് ക്യാമ്പസ് ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് സേഫ്റ്റി. ഐ മീൻ എല്ലാം അതായിരിക്കും, അങ്ങനത്തെ ഒരു സംഭവം. പക്ഷെ ഒരു ഗേൾ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളം സേഫ് ആണ്? I'll be very open here. ഒറ്റയ്ക്കാണെങ്കിൽ it will be very depressing. ഒറ്റയ്ക്ക് ഒരു മലയാളി മാത്രമുള്ള ഒരു ബാച്ചിലെങ്കിൽ I was like that. എൻ്റെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ ഒരു മലയാളി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ if you don't know how to take it, കാരണം എനിക്ക് I know Hindi, I speak Hindi, I merge well with Hindi speaking people. അപ്പൊ അതുകൊണ്ട് I was good to take it. പക്ഷെ alone being a മലയാളി it can be very depressing. And അതുകൊണ്ട് അത് മാത്രമല്ല, you will be left out. അതായത് majority communications if you see in the North Indian group, ജനറൽ കമ്മ്യൂണിക്കേഷൻ ഇത് ഹാപ്പൻ ഇൻ ഹിന്ദി. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറെ എന്താ പറയുക, ക്ലാസ് മോണിറ്റർ ആണെങ്കിലും ഈവൻ ക്ലബ്സിലെ ലീഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വോളണ്ടറി ആക്ടിവിറ്റീസ് ആണെങ്കിലും യു കാൻ ടേക്ക് ദ ലീഡ് ദർ. യു കാൻ എക്സ്പെക്ട് എവരിബഡി ടു കോഓപ്പറേറ്റ് വിത്ത് യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ alone you will suffer. But if you have a batch, like if you have at least 4 or 5 Mallus in your batch, should be good. കാരണം actually such a group will level up the whole batch. അതായത് ഇപ്പൊ എന്റെ കേസിലാണെങ്കിൽ ഞാൻ കുറെ ഇനിഷ്യേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ബാച്ച് യു ക്യാൻ ഗ്രോ, കുറെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഒരു ഇമെയിൽ സിസ്റ്റം കൊണ്ടുവരാൻ ഞാൻ ട്രൈ ചെയ്തിരുന്നു അവിടെ. അപ്പൊ അങ്ങനെ കുറച്ച് ഒരു ലിമിറ്റഡ് ആണെങ്കിലും സ്റ്റിൽ എന്താ പറയുക, ബാച്ചിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് UBSന്റെ ഒരു ഔട്ട്ലൈൻ. അപ്പം ഹിന്ദി അറിയാവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ബ്രൗണി പോയിന്റ് ആയിരിക്കും അല്ലേ അവിടെ? ഓക്കെ, സോ സാജൻ, താങ്ക്സ് എ ലോട്ട്. ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്ത് തന്നതിന്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല വെരി ഈസിലി ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഇന്റർനെറ്റിലും കിട്ടുമെന്ന്. എസ്പെഷ്യലി വെൻ യു ഗോ ടു യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ബീറ്റ് FMS ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റി കോളേജസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പം ഒരു NITs IITസിന്റെ ഒക്കെ MBAസിനെ കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻ ഒന്നും ഇന്റർനെറ്റിൽ പോയാലും കിട്ടില്ല. അപ്പൊ ഇത്രയും ഒതന്റിക് ആയിട്ട്, ട്രൂ ആയിട്ട്, വളരെ അൺഫിൽറ്റേർഡ് ആയിട്ട് ഇത്രയും ഇൻഫർമേഷൻ തന്നതിന് താങ്ക്സ്. ആൻഡ് സാജൻ, എന്തെങ്കിലും ഒരു ഫൈനൽ നോട്ടായിട്ട് ആസ്പിറൻസിനോട്, ഞാൻ ഇതുവരെ മിസ്സായി പോയി ചോദിക്കാൻ മറന്നുപോയ, അല്ലെങ്കിൽ എന്തെങ്കിലും UBSനെ കുറിച്ച് അറിഞ്ഞിരിക്കണമെന്ന് ഉറപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫൈനൽ നോട്ടിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞ് നമുക്ക് റാപ്പ് ചെയ്യാം. ഇല്ല, വി ഓൾമോസ്റ്റ് കവേർഡ് എവരിതിങ്. എൻ്റെ പറയാൻ കമ്മ്യൂണിക്കേറ്റ് ഉണ്ടായിരുന്നെല്ലാം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഒരു വൺ അഡ്വൈസ്, എന്താ പറയാ, സി റീഐറ്ററേറ്റഡ് ഒരു ഹൈ ആസ്പിറന്റ് ആണെങ്കിൽ UBS may not be your cup of tea. പക്ഷെ if you are standing somewhere around 3 to 4 LPA and looking for the jump,
and not too specific about your roles. Hmm. Not too specific about your roles. UBS is a great option. പിന്നെ Okay. യു ഷുഡ് ബി എന്താ പറയുക, യു ഷുഡ് ബി വില്ലിംഗ് ടു എൻഡ്യൂർ എനിത്തിങ്. എന്താ പറയുക, കുറച്ച് ചാലഞ്ചസ് ഒക്കെ ഭയങ്കര പുതിയ ചാലഞ്ചസ് ആയിരിക്കും നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ Yeah. എന്താ പറയാ, നോർമൽ ബി സ്കൂൾസിലൊക്കെ യു വർക്ക് ഓൺ എ ഗ്രേറ്റ് ബഡ്ജറ്റ് വെൻ ഇറ്റ് കംസ് ടു പ്ലേസ് കോം. Yeah. ബട്ട് UBS യു ആർ ആക്ച്വലി ഇൻ ദ യു ആർ വർക്കിംഗ് വിത്ത് എ വെരി ലിമിറ്റഡ് ബഡ്ജറ്റ്. Hmm. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര റിയൽ ലൈഫ് എക്സ്പീരിയൻസ് തരുന്ന ഒരു കോളേജാണ് UBS. And if you can endure it, you'll reap the harvest. പക്ഷെ at the same time, if you don't take it well, എന്താ പറയുക, it can be depressing too. അപ്പോൾ എന്താ പറയുക, ഒരു ചാലഞ്ച് ഫേസിങ് മെന്റാലിറ്റി ആയിട്ട് വരിക. ആൻഡ് ഓൾസോ പിന്നെ എന്താ പറയുക, ഒരു ആസ്പിറേഷൻസ്, ഒരു എക്സ്പെക്ടേഷൻസ് വളരെ ലിമിറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഓൾവേസ് ബി എന്താ പറയുക, ഈ ഒരു ചാലഞ്ച് വന്നാൽ എനിക്ക് അത് എങ്ങനെ കൗണ്ടർ ചെയ്യുക, ഒരു പ്രോബ്ലം സോൾവർ ആയിട്ട് ഒരു ഓപ്റ്റിമിസ്റ്റിക്കലി ആറ്റിറ്റ്യൂഡിൽ വരിക. അതാണ് മെയിൻ. മനസ്സിലായി. സോ താങ്ക്സ് ലോട്ട് സാജൻ. ഒറ്റ ദിവസം കൊണ്ട് ഒരു ലിങ്ക്ഡിൻ മെസ്സേജിൽ നമ്മൾ അന്ന് തന്നെ വിത്തിൻ ലൈക്ക് 3-4 hours ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ബട്ട് ദെൻ അത് റിയാലിറ്റി ആക്കി തന്നതിന് താങ്ക്സ് ലോട്ട്. എനിവേ നമ്മൾ ഇനിയും കൊളാബറേറ്റ് ചെയ്യും. എന്തെങ്കിലും ഹെൽപ്പ്, എന്തെങ്കിലും ആസ്പിറൻസിന് UBS നെ കുറിച്ച് അറിയണമെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ വിൽ റീച്ച് ഔട്ട് They ടു യു. can reach out to me. എന്തെങ്കിലും ചോദിച്ചാൽ മതി. Especially when it comes to Kerala people, because the cultural shock, no, അത് ആരും വാണ്ട് ചെയ്യാത്തൊരു സാധനമാണ് ജനറലി. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. അപ്പോൾ അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് യു നീഡ് സം ഹെൽപ്പ്. അപ്പോൾ അത് വിൽ ബി ദർ. ഓക്കെ, താങ്ക് യു സാജൻ. താങ്ക്സ് ലോട്ട്. ബൈ ബൈ.